വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ ഉയർന്നുകേട്ട ആ ദേശീയ ഗീതം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ച സ്വാതന്ത്ര്യ സമരകാലത്ത് ആവേശം പകർന്ന വന്ദേ മാതരത്തിൻ്റെ ആദ്യ വരികൾ മാത്രമല്ല അവിടെ മുഴങ്ങിയത്. സാധാരണയായി RSS ശാഖകളിൽ മാത്രം പാടാറുള്ള ഹിന്ദു ദൈവങ്ങളെ സ്തുതിക്കുന്ന തുടർന്നുള്ള വരികൾ കൂടിയാണ് കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൽ കേട്ടത്. ബംഗാളിൽ BJP അധികാരത്തിൽ വന്നാൽ പോലും സംഭവിക്കാത്ത കാര്യമാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ വേദിയിൽ നടന്നത്. കുറച്ച് ഇടതുപക്ഷക്കാർ മാത്രം ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്ത് കാര്യം? കഴിഞ്ഞ സർക്കാർ ഗവർണറോട് പൊരുതി മാറ്റി നിർത്തിയ സംഘപരിവാർ അജണ്ടകളും ഭാരതാംബയുടെ ചിത്രവുമെല്ലാം ഇനി കേരളത്തിനൊരു പുത്തരി അല്ലാതാകും. ഇതെല്ലാം ഇനി ഇവിടുത്തെ ന്യൂ നോർമലായി മാറും. ഗവർണറുടെ ഓഫീസിൽ ഒരു RSS നേതാവിനെ നിയമിച്ചത് കേരളത്തിൽ വലിയ ചർച്ചയായത് നാം മറന്നിട്ടില്ല. അന്ന് അതിൻ്റെ പഴി മുഴുവൻ പിണറായി വിജയൻ്റെ തലയിൽ കെട്ടിവയ്ക്കാനായിരുന്നു UDF ശ്രമിച്ചത്. എന്നാൽ ഇന്ന് അതേ RSS നേതാവിനെ വെളുക്കെ ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കുന്ന പുതിയ മുഖ്യമന്ത്രിയെയാണ് നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ കൈകൂപ്പി സ്വീകരിച്ചതിന് പോലും വലിയ വിമർശനങ്ങൾ ഉയർന്ന നാട്ടിലാണ് യാതൊരു സങ്കോചവുമില്ലാതെ ഈ കെട്ടിപ്പിടുത്തം നടന്നത് എന്നത് ഓർക്കണം. പുതിയ സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ആരാണെന്നറിയാമോ? സാക്ഷാൽ ജാജു ബാബു. ആരാണ് ജാജു ബാബു? കേരളത്തിലെ സർവകലാശാലകളെ മുഴുവൻ കാവ്യവൽക്കരിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം നേരിട്ട മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സ്വന്തം നിയമോപദേശകൻ. ഗവർണർക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ അതേ വ്യക്തിയാണ് ഇനി കേരള സർക്കാരിൻ്റെ AG. ഇതിലൊന്നും ഇവിടെ ആർക്കും യാതൊരു പ്രശ്നവുമില്ല. പൊതുസമൂഹത്തിൻ്റെ ചർച്ചകളിൽ ഇതൊന്നും വരുന്നതേയില്ല. മാധ്യമങ്ങൾ എന്തു ചെയ്യുമെന്നും നമുക്കറിയാം. ഇതേ കാര്യങ്ങൾ ഒരു ഇടതുപക്ഷ സർക്കാരാണ് ചെയ്തതെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? കേരളത്തിൽ വലിയൊരു കോലാഹലം തന്നെ ഉണ്ടായേനെ. എന്നാൽ ഇന്ന് പുതിയ സർക്കാരിന് ലഭിക്കുന്നത് ഹിന്ദു ഐക്യവേദി നേതാക്കളുടെ ഉൾപ്പെടെയുള്ള അഭിനന്ദനങ്ങളാണ്. ഇതാണ് ഇനിയുള്ള കേരളത്തിൻ്റെ പുതിയ രാഷ്ട്രീയം. RSSും പുതിയ സർക്കാരും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ. നാളെ കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും ഇവിടെ പതുക്കെ നടപ്പിലാക്കും. അപ്പോഴും നമ്മുടെ പൊതുസമൂഹം പ്രതിപക്ഷത്തുള്ള ചിരിക്കാത്ത പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ ആശാ വർക്കർമാർക്ക് ഒറ്റയടിക്ക് 3000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചതിന് പിന്നിലെ യഥാർത്ഥ തന്ത്രം എന്താണ്? സത്യപ്രതിജ്ഞാ വേദിയിൽ കണ്ട UDFൻ്റെ ഈ പുതിയ നിലപാടുകളുടെ ലക്ഷ്യമെന്താണ്? ഇതിനെക്കുറിച്ച് റിപ്പോർട്ടർ TVയിലെ അരുൺകുമാർ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്ക് ആ വാക്കുകളിലേക്കൊന്ന് പോകാം. എങ്ങനെയാണ് ജനപ്രിയ പ്രഖ്യാപനങ്ങളിലൂടെ കയ്യടി നേടേണ്ടത് എന്നുള്ളത് മിക്കവാറും എല്ലാ പുതുതായിട്ട് വരുന്ന സർക്കാരുകളും ആദ്യമെടുക്കുന്ന തീരുമാനങ്ങളിലൊന്നാണ്. കാര്യം ആ കയ്യടിയോട് കൂടിയാണ്, അതാണ് ഒരു ഊർജ്ജം കൊടുക്കുന്നത്. ആ അർത്ഥത്തിൽ ജനപ്രിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള സൂചന ഈ സർക്കാരിൻ്റെ പ്രഖ്യാപനത്തിലുണ്ട്. ജനപ്രിയ വാഗ്ദാനങ്ങളായിരുന്നു. ആ ജനപ്രിയ വാഗ്ദാനങ്ങളിൽ പലതും ഞങ്ങൾ പാലിക്കുമെന്ന പ്രതീതി സമ്മാനിച്ച സർക്കാരിന് അഭിവാദ്യങ്ങൾ. അത് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പ്രതിപക്ഷത്തെയും ഈ വിഷയത്തിൽ അഭിനന്ദിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ സത്യപ്രതിജ്ഞാ ചടങ്ങ് നമ്മൾ ഓർമ്മയുണ്ട്. കഴിഞ്ഞ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രതിപക്ഷം പങ്കെടുത്തിരുന്നില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ആ സർക്കാരിൻ്റെ ജനവിധിയെ മാനിക്കാത്തത് കൊണ്ടാണോ? ഇക്കുറി പ്രതിപക്ഷ നേതാവ് അടക്കം, പ്രതിപക്ഷത്തെ പാർട്ടിയിലെ സംസ്ഥാന സെക്രട്ടറി അടക്കം, ബിനോയ് വിശ്വം അടക്കം ആ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രതിപക്ഷം ഒരു ക്രിയാത്മക പ്രതിപക്ഷമാകുമെന്ന സൂചന കൂടി മറുഭാഗത്തുണ്ട്. ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഇത് പ്രതീതി നിർമ്മാണത്തിൻ്റെതാണെന്ന് പറയാനുള്ള കാരണം, ഞാനിതിൽ സർക്കാരിൻ്റെ ഈ 3 പ്രധാനപ്പെട്ട പോളിസികളെയും, ഒന്ന് സർക്കാർ നൽകിയ വാഗ്ദാനം അത് പാലിക്കുന്നതിൻ്റെ സൂചന എന്ന് പറയാനുള്ള കാര്യം 21,000 ആക്കിയിട്ടില്ല. ആശാവർക്കർമാരുടെ വേതന വർധന 3000 രൂപയാണ് ആദ്യമാക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ AD തോമസിനെ അടക്കം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഗവൺമാർക്കെതിരെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള നീക്കം. മൂന്നാമത്തത് വയോജന കമ്മീഷൻ ഇടത് സർക്കാർ രൂപീകരിച്ചിരുന്നു. ഇപ്പോൾ വയോജന വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിക്കാൻ പോകുന്നു. വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നൊരു കാര്യമാണ്. അതിൽ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നൊരു ഭാഗം ഇന്ന് VD സതീശൻ പറഞ്ഞത് ജപ്പാൻ മാതൃകയിലുള്ള ഒരു വയോജന വകുപ്പായിരിക്കും, അല്ലെങ്കിൽ വയോജനങ്ങൾ. കാര്യം ഇനി ശ്രദ്ധിക്കേണ്ടത് ആ തലമുറയെ കൂടിയാണ്. നമ്മൾ സാധാരണ ജൻസിയെക്കുറിച്ച് പറയുമ്പോൾ പോലെ ഇനി വരുന്ന 5 വർഷം കേരളത്തിൻ്റെ ജനസംഖ്യയിൽ വരാൻ പോകുന്ന വലിയ മാറ്റം, കുഞ്ഞുങ്ങൾ വിദേശത്ത് പോവുകയും പ്രായമേറിയ മനുഷ്യർ നമ്മുടെ നാട്ടിൽ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്നൊരു കാലമാണ്. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന വയോജന ഹോമുകൾ, വയോജന ഭവനങ്ങൾ പ്രേക്ഷകർക്കറിയാം. അതേപോലെ സർക്കാർ അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട ഒന്നാണ്. അത്
തീർച്ചയായിട്ടും അങ്ങനെ ഒരു വകുപ്പ് വരുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാര്യം ഒരുപാട് പ്രശ്നങ്ങൾ ഈ വയോജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിനൊക്കെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെങ്കിൽ നന്നായിരിക്കും. നമുക്കൊരു വയോജന കമ്മീഷനുണ്ട്. വയോജന കമ്മീഷൻ വരുന്നത് 2025 സെപ്റ്റംബറിലാണ്. ഞാൻ വിചാരിക്കുന്ന അഡ്വക്കേറ്റ് സോമപ്രസാദ് മറ്റുമാണ് അതിൻ്റെ വയോജന കമ്മീഷൻ്റെ ചെയർമാൻ. പക്ഷേ ഒരു വകുപ്പ് വരുന്നു എന്നുള്ളത് തന്നെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. ഈ 2036 22% വരും. അതായത് നമ്മുടെ മൊത്തം പോപ്പുലേഷന്റെ അഞ്ചിലൊന്ന് വയോജനങ്ങളാണ്. അവരെ പ്രത്യേകമായി തന്നെ കേറ്റർ ചെയ്യണം. അവർക്ക് ചിലപ്പോൾ സാമ്പത്തിക സ്ഥിരത ഉണ്ടാവും, പക്ഷേ ഇമോഷണലായിട്ടുള്ള സ്ഥിരതയോ ഇമോഷണലായിട്ടുള്ള പിന്തുണയോ ഉണ്ടാവണമെന്നില്ല. അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ആർജിക്കുക എന്നുള്ളതാണ് ജപ്പാൻ മോഡൽ. ഒരുപാട് കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. അവിടെ ഇൻഷുറൻസിന്റെ അടിസ്ഥാനത്തിലുള്ള ചില പെൻഷൻ സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ അവർക്ക് അതിനേക്കാളപ്പുറം അവർക്ക് ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് തോന്നൽ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ വേണം. അത്തരം അവസ്ഥയിലേക്ക് ഈ വകുപ്പ് വന്നാൽ നന്നായിരിക്കും. അതാണ് ഏറ്റവും പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. ഇനി ഞാൻ നേരത്തെ പ്രതീതിയുടെ കാര്യം പറഞ്ഞത്. എന്താണ് പ്രതീതിയുടെ കാര്യം പറഞ്ഞത്? എന്തായിരുന്നു UDF കൊടുത്ത വാഗ്ദാനം? 21,000 രൂപയായിട്ട് ആശാ വർക്കർമാരുടെ വേതനം ഉയർത്തണം എന്നുള്ള ആവശ്യത്തെ പൂർണ്ണമായും അംഗീകരിക്കുകയാണ് UDF ചെയ്തത്. അതിനുള്ള കാരണം എന്താ പറഞ്ഞത്? മിനിമം വേതനം അവർക്ക് ഉറപ്പാക്കണം എന്നുള്ളതാണ്. അങ്ങനെ LDF സർക്കാരിൻ്റെ കാലത്ത് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ തന്നെ പല സമയങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത്. LDFിൻ്റെ മാനിഫെസ്റ്റോയിൽ 891 പാരഗ്രാഫായി പറഞ്ഞിരുന്നത് അത് ശക്തിപ്പെടുത്തും എന്നുള്ളതാണ്. കാര്യം അവർ സ്കീം വർക്കേഴ്സാണ്. സർക്കാരിൻ്റെ സെൻട്രലി സ്പോൺസേഡ് ആയിട്ടുള്ള പദ്ധതിയുടെ സ്കീം വർക്കേഴ്സാണ്. അവരെ വേജ് ആക്ടിൻ്റെ കീഴിൽ കൊണ്ടുവരിക സാധ്യമല്ല. അതുകൊണ്ടാണ് അവർക്ക് എന്ന മട്ടിൽ നിന്നത്. ഓണറേറിയം വർധന 3000 വരുന്നു, നല്ല കാര്യം. എല്ലാ ഇത്തരം മനുഷ്യരെയും ചേർത്ത് പിടിക്കണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. അത് 1000 രൂപയാണെങ്കിലും 2000 രൂപയാണെങ്കിലും 3000 രൂപയാണെങ്കിലും വർദ്ധിപ്പിച്ചതിനെ പോസിറ്റീവായിട്ട് തന്നെ കണക്കാക്കുന്നു. പക്ഷേ പോസിറ്റീവായി കാണുമ്പോൾ മറുഭാഗത്ത് കൂടി ചെയ്തതിനെ നമ്മൾ വിസ്മരിച്ചുകൊണ്ടാകരുതെന്ന് മാത്രം. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ എത്രയായിരുന്നു ഈ ഓണറേറിയം? 1000 രൂപയായിരുന്നു. VSന്റെ കാലത്ത് നിന്ന് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ വരുത്തിയ വർധന 500 രൂപയാണ്. 500-ൽ നിന്ന് 1000-ലേക്ക് എത്തി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആ 1000-ൽ നിന്ന് 9000-ലേക്ക് എത്തി എന്നുള്ള വസ്തുത കൂടി നമ്മൾ കണ്ടു തന്നെ പോകണം എന്നുള്ളതാണ്. 21,000 എന്നുള്ളതാണ് ടാർജറ്റ്. 21,000 എന്ന് പറയുന്നത് മിനിമം വേജ് ആക്ടിൻ്റെ പരിധിയിൽ മിനിമം വേജ് ഉറപ്പാക്കുകയാണെങ്കിൽ ലഭിക്കേണ്ടതാണ്. പക്ഷേ ആ മിനിമം വേജ് ആക്ട് അവർക്ക് നിലവിൽ ബാധകമല്ല എന്നുള്ളതാണ്. ഇനി ഈ സർക്കാർ ഇവരെ ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ്. അത് ഉൾപ്പെടുത്തുന്നതിന് സാങ്കേതിക പരിമിതി എന്ന് പറയുന്നത് നിലവിൽ അവർ കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റിൻ്റെ സ്കീം വർക്കേഴ്സാണ്. അവരെ കൂടി വേജ് ആക്ടിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിന് നിയമനിർമ്മാണം നടത്താൻ കഴിയുമോ? അത് നിയമപരമായിട്ടുള്ളൊരു വിഷയമാണ്. എനിക്കതിൻ്റെ സങ്കീർണത അറിയില്ല. പക്ഷേ അങ്ങനെയൊന്നും സർക്കാർ പോകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്ന നിലയിൽ 3000 ബില്ലാണ്. അപ്പോൾ ഇടത് സർക്കാർ 8000 വർദ്ധിപ്പിച്ചു 10 വർഷം കൊണ്ട്. ആദ്യ ദിവസം തന്നെ 3000 വർദ്ധിപ്പിച്ചിരിക്കുന്നു VD സതീശൻ സർക്കാർ. അതാണ് അതിലെ വാസ്തവം എന്നുള്ളത്. ഇനി വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം പ്രഖ്യാപിക്കണമെന്നുണ്ട്. ഒരു പ്രഖ്യാപനം ഇന്ന് കേട്ടില്ല. വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം കൂടി വേണമെന്നുള്ളതായിരുന്നു 265 ദിവസം നീണ്ട സമരത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അതായില്ല. അപ്പോൾ 21,000-ലേക്ക് എത്തിയില്ല, 12,000-ലേക്ക് എത്തി, 9,000-ന് കുറവുണ്ട്. പക്ഷേ വർദ്ധിപ്പിച്ച 3000 സ്വാഗതാർഹം തന്നെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെല്ലാവരും പറഞ്ഞതാണ്. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വലിയ ജാഗ്രത കുറവുണ്ടായി എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ആരൊക്കെ ഇരിക്കണം എന്നുള്ള കാര്യത്തിൽ അവസാന നിമിഷം ഒരു മാറ്റം വരുത്താൻ തയ്യാറായാലും അറിയിച്ചതിന് ശേഷം ബാഹുല്യം ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ VVIPകൾ ആയിട്ടുള്ള ഇരിക്കാൻ കഴിയുന്നതുമാണ്. അവരെ കൂടി പറഞ്ഞു. അത് ഇതേ കാര്യം ഇത് ഗവർണറുടെ മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം സംസ്ഥാന സർക്കാരിൻ്റെ പ്രോട്ടോകോൾ വിഭാഗവുമായി ചർച്ച ചെയ്താണ് തീരുമാനിക്കുക. പൊതുഭരണ വകുപ്പിലെ പ്രോട്ടോകോൾ വിഭാഗവുമായി ഈ മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം ചർച്ച ചെയ്യും. അപ്പോൾ മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാമിൽ എത്ര സമയമെടുക്കും ഓരോന്നിനും എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയാണ് പോവുക. അവിടെ ദേശീയ ഗാനമാണോ ദേശീയ ഗീതമാണോ എന്നത് സ്പെസിഫിക്കായി മെൻഷൻ ചെയ്തിരിക്കും. നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഇതൊരു അഡ്വൈസറി ഓപ്ഷൻ മാത്രമാണ്, മാൻഡേറ്ററി അല്ല. അതുകൊണ്ടാണ് പശ്ചിമ ബംഗാളിലാണെങ്കിൽ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലും അഥവാ ശ്രദ്ധയിൽപ്പെട്ടാലും എന്തുകൊണ്ടാണ് ഇത് എത്ര ഭാഗമാണ് നിങ്ങൾ ആലപിക്കുക? ഇവിടെ അഗ്രത ചെറിയ കുറവല്ല. അതിന്റെ കാരണം അത്തരം വിഷയം കൂടുതൽ ദേശീയ തലത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ്. അത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മാത്രമല്ല, 1937 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ യോഗത്തിൽ വെച്ച് ഈ ഗാനം ആലപിക്കുന്നതിനെതിരെ ശക്തമായി രംഗത്ത് വന്ന നേതാവിൻ്റെ പേര് നെഹ്റു എന്നാണ്. നെഹ്റുവാണ് അന്ന് പറയുന്നത് ഇതിലെ 6 സ്റ്റാൻസുകളും നമുക്ക് പാടാൻ കഴിയില്ല. അതിലെ 4 സ്റ്റാൻസുകളിൽ ഹിന്ദു ദൈവങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉള്ളത് ഒരു പൊതുവേദിയിൽ പാടുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മനസ്സുകൂടി നമ്മൾ പരിഗണിക്കണം. അതുകൊണ്ട് 2 സ്റ്റാൻസയായിട്ട് അത് ഒതുക്കണം എന്ന തീരുമാനം വരുന്നത് 1937 അതിന് മുൻപിൽ നിന്ന നേതാവിൻ്റെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്. പിന്നീട് 1956
1950-ലും നമ്മൾ അംഗീകരിച്ച ദേശീയ ഗീതത്തിൽ ഈ 2 സ്റ്റാൻസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 സ്റ്റാൻസുകൾക്കൊപ്പം തൊംഹി ദുർഗ്വ ദശ പ്രഹരണധാരിണി എന്ന് തുടങ്ങുന്ന ഒരു സ്റ്റാൻസയുണ്ട്. ആ സ്റ്റാൻസ കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്ന് ഈ ദേശീയ ഗീതം ആലപിച്ചിരിക്കുന്നത്. ഇന്നിതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് വലതുപക്ഷത്തെ ചില രാഷ്ട്രീയ നേതാക്കളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിൻ്റെ ഗൗരവം എവിടെയാണ് കിടക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഗൗരവം വേണമെന്ന് പറയാനുള്ള കാര്യം, ഇടത് സർക്കാരിനെതിരെ UDF ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപം PMC അടക്കമുള്ള വിഷയങ്ങളിൽ, ലേബർ കോഡ് അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് കീഴ്പ്പെട്ടുവെന്നും ഒരു മൃദു ഹിന്ദുത്വ രീതി ഈ സർക്കാരിനുണ്ടെന്നും ആക്ഷേപിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു കറയും തങ്ങളുടെ മേൽ പതിക്കാതിരിക്കാനുള്ള ജാഗ്രത കാട്ടണമായിരുന്നു എന്നുള്ളതാണ്. ആ ജാഗ്രത ആദ്യത്തെ ദിവസം ഉണ്ടായില്ല. ഇന്നിപ്പോൾ അഡ്വക്കേറ്റ് ജനറലായിട്ട് തീരുമാനിച്ചിരിക്കുന്ന അഭിഭാഷകന്റെ പേര് അഡ്വക്കേറ്റ് ജാജു ബാബു അല്ലേ? അഡ്വക്കേറ്റ് ജാജു ബാബു ആരായിരുന്നു എന്നതുകൂടി ഞാനൊന്ന് ഓർമ്മിപ്പിച്ച് പോയേക്കാം. പക്ഷേ ഒരു മികച്ച അഭിഭാഷകനാണെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. നമ്മളുടെ ഗവർണറായിട്ടും ചാൻസലറായിട്ടും ഏറെക്കാലം ഇടത് സർക്കാരിനെ ബുദ്ധിമുട്ടിച്ച, സർവകലാശാലകളെ ബുദ്ധിമുട്ടിച്ച ആരിഫ് മുഹമ്മദ് ഖാന്റെ അഭിഭാഷകൻ കൂടിയായിരുന്നു ഈ അഡ്വക്കേറ്റ് ജാജു ബാബു എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ അഭിഭാഷക വൃത്തി എന്നുള്ളത് ഒരു പ്രൊഫഷണൽ ജോലിയാണ് എന്നുള്ളത് കൊണ്ട് ഞാനിതിലേക്ക് പ്രത്യേകം രാഷ്ട്രീയം കാണുന്നില്ല. പക്ഷേ പറഞ്ഞു പോയി എന്ന് മാത്രം. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കും ഇതിലൊക്കെ കുറച്ച് ജാഗ്രത വേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഇടതു സർക്കാരിനെ ഓഡിറ്റ് ചെയ്യാൻ ഉപയോഗിച്ച അതേ വിഷയങ്ങൾ നിങ്ങൾക്കെതിരെയും തിരിയാനുള്ള സാധ്യതയുണ്ട്. ഇടതുപക്ഷത്തിന് PMCയിൽ ജാഗ്രതക്കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വന്ദേമാതരത്തിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ ദിവസം ഈ ജാഗ്രതക്കുറവ് സംഭവിച്ചു എന്നുള്ളതിനെ ഞാൻ ചെറുതായിട്ട് കണക്കാക്കുന്നില്ല. അത് സർക്കാരിനെ അറിയിച്ചില്ല എന്ന വാദം നിലനിൽക്കില്ല. സർക്കാരിനെ അറിയിക്കും. പ്രോട്ടോകോൾ വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ട്. ആ മിനിറ്റ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര സ്റ്റാൻസിയാണ്. കാര്യം ഈ കാര്യത്തിൽ നമ്മൾ തൊട്ടുമുന്നിലൊരു വിവാദം കഴിഞ്ഞു നിൽക്കുകയാണ്. തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആദ്യം ഈ 6 സ്റ്റാൻസയും പാടി വിവാദത്തിൽ വന്നതാണ്. അന്ന് CP അതിനെ എതിർത്തതാണ്. അന്ന് ദേശീയ തലത്തിൽ വലിയ വിയോജിപ്പുകൾ ഉണ്ടായതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ജാഗ്രത കാട്ടണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഞാൻ കാത്തിരിക്കുന്നത് ഇതിപ്പോൾ ആദ്യത്തെ ദിവസമാണ് എന്നുള്ളത് കൊണ്ട് സർക്കാരിനെ നമ്മൾ തള്ളിക്കളയുകയോ ആ അർത്ഥത്തിൽ പൂർണ്ണമായി വിമർശനത്തിന് മുൾമുനയിൽ നിർത്തുകയോ അല്ല വേണ്ടത്. പകരം ഈ പറയുന്നത് പ്രവർത്തിക്കും എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. 5-ൽ 2 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ആദ്യത്തെ ദിവസം വരുന്നു. അതുണ്ടാക്കാവുന്ന മറ്റു മാറ്റങ്ങളും മറ്റ് സംഭവങ്ങളും ഒക്കെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്നൊക്കെയുള്ളത് ഇനി വരും ദിവസങ്ങളിലെ നമുക്ക് പഠിച്ചേ പറയാൻ കഴിയൂ. പ്രത്യേകിച്ച് ജൂൺ 5-ാം തീയതി മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സമ്പൂർണ്ണ യാത്രയാണോ, അതിന് ഈ ജൂൺ 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സമ്പൂർണ്ണ സൗജന്യ യാത്രയാണോ, തിരഞ്ഞെടുക്കപ്പെട്ട റൂട്ടുകളിലാണോ, ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണോ, എല്ലാ വിഭാഗക്കാർക്കുമുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി വരും എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട്. ഒരിക്കൽ കൂടി പറയുന്നു, പ്രതീതി നിർമ്മാണങ്ങളുടെ കാലത്ത് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പറഞ്ഞ വാക്കു പാലിക്കും എന്നൊരു പ്രതീതി ആദ്യ ദിവസം കൊടുക്കാൻ VD സതീശൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. എന്നാൽ അതേപോലെ ഒരു ജാഗ്രത കുറവും ഇന്ന് വന്ദേമാതരം ആലപിക്കുന്ന വിഷയത്തിൽ ഉണ്ടായി എന്നും ഞാൻ പറയും.